ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്വർഗം പുകഴ്ത്തിയ രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. നന്മ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്ത പരിശുദ്ധമ്മ, നീതിമാനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവ്. നീതിമാനെന്നൊരൊറ്റ വാക്കുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൻ്റെ പൂർണ്ണത കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. അപരന് അർഹതപ്പെട്ടത് സങ്കോചവും സംശയമില്ലാതെ കൊടുക്കുവാൻ സാധിക്കുന്ന മനസ്സിൻ്റെ വിശാലതയ്ക്ക് നീതിമാൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ എത്ര അർത്ഥപൂരിതമാണ്. സംശയങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴും വെളിപ്പെടലുകളും തീരുമാനങ്ങളുമൊക്കെ എത്ര കൃത്യതയോടുകൂടി നടത്തുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട വഴികളിലൊക്കെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോഴും സംശയങ്ങളൊന്നുമില്ലാതെ, പിറുവിറുപ്പോ പരിഹാസങ്ങളോ തിരിഞ്ഞുനോട്ടങ്ങളോ ഇല്ലാതെ ദൈവവഴികളിൽ നിശബ്ദനാകുന്നൊരു മനുഷ്യൻ. നിശബ്ദതയൊന്നും ഒരു ബലഹീനതകളല്ല. ദൈവഹിതം തിരിച്ചറിയുന്നവൻ്റെ മനസ്സിൻ്റെ വിശാലതയും വിശുദ്ധിയുമാണത് പ്രകടമാക്കുന്നത്. എതിർത്ത് പറയേണ്ട കാര്യങ്ങളില്ല. കാരണം നയിക്കുന്ന വഴികൾക്ക് നന്മയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നൊരു മനുഷ്യൻ്റെ സമർപ്പണമാണത്. നീതിമാനെന്നൊരൊറ്റ വാക്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൈവം ഫലമേൽപ്പിക്കുന്നവയെ ഭാരത്തോട് കാണുകയല്ല, ഭാഗ്യത്തോട് കാണുകയാണ്. പരിശുദ്ധ അമ്മയും ദൈവത്തിൻ്റെ പുത്രനെയും ഒരുപോലെ സംരക്ഷിച്ചും സ്നേഹിച്ചും പരിചരിച്ചും പരിപാലിച്ചും അവരെ പരിപോഷിപ്പിച്ചും കടന്നു പോകുന്ന പരിരക്ഷകൻ. ദൈവം അരുളപ്പാട് വഴി കൃത്യമായ ജീവിതത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ സന്ദേശം പരിശുദ്ധ അമ്മയ്ക്ക് ഒരു തവണ ലഭിക്കുമ്പോൾ അതിനേക്കാൾ എത്ര തവണ കൃത്യമായി വചനം സൂചിപ്പിക്കുന്നു, 4 തവണ യൗസേപ്പിതാവിന് സ്വർഗീയ സന്ദേശം ലഭിക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വത്തിൻ്റെ മേന്മ കൂടിയല്ലേ അത് സൂചിപ്പിക്കുന്നത്. കടന്നു പോകേണ്ട വഴികളുടെ കാഠിന്യത്തെ നന്നായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നും പരാതിയായി പറയുന്നില്ല. ദൈവഹിതത്തിന് മുമ്പിൽ നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതം പൂർണ്ണമായി ഉൾക്കൊള്ളുക, ജീവിക്കുക. പോകുവാൻ പറയുന്നിടത്തേക്ക് സംശയമില്ലാതെ പോകുക. ചെയ്യുവാൻ ആവശ്യപ്പെടുന്നിടത്ത് യാതൊരു തരത്തിലും തിരിഞ്ഞുനോട്ടങ്ങളില്ലാതെ ചെയ്യുക. ഈ നല്ല തിരിച്ചറിവും തീരുമാനങ്ങളുമൊക്കെ ഒരു നല്ല കുടുംബനാഥന് ആവശ്യമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ഓരോ കുടുംബത്തിൻ്റെയും പിതാക്കന്മാരുടെ തിരുനാളായി മാറപ്പെടുകയാണ്. കാർക്കശ്യത്തോടുകൂടിയോ അല്ലെങ്കിൽ നിശബ്ദതയോടുകൂടിയോ ചില കഠിനമായ ഭാഷകളിലൂടെയൊക്കെ കുടുംബത്തെ പരിപോഷിപ്പിക്കുമ്പോൾ സ്നേഹമില്ല എന്നർത്ഥമൊന്നുമില്ല. ചങ്കിൻകുട്ടിലെ സ്നേഹം ചിലപ്പോൾ അത്ര ചന്തമില്ലാതെ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്നെങ്കിലും അവരൊക്കെ എത്രമാത്രം ത്യാഗത്തിൻ്റെ രൂപങ്ങളും ഭാവങ്ങളുമായി രൂപപ്പെടുന്നുണ്ട്. കഠിന വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ യാതൊരു കാഠിന്യവും ആരോടും കാട്ടുന്നില്ല. കാരുണ്യം കൊണ്ട് തന്നെ ജീവിതത്തെ എതിരേൽക്കുകയാണ്. നീതിമാനായൊരു മനുഷ്യൻ തൻ്റെ നിശബ്ദതകളൊക്കെ എത്ര വാചാലമാക്കി രൂപപ്പെടുത്തുന്നുണ്ട്. സംരക്ഷിക്കുവാൻ ഫലമേൽപ്പിച്ചവർക്ക് പോറലേൽപ്പിക്കാതെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ടൊരു കുടുംബത്തെ നന്മയിൽ പരിപോഷിപ്പിക്കുന്നുണ്ട്. കിട്ടിയതെല്ലാം നന്മയായി കരുതാൻ പഠിക്കുന്നിടത്താണ് തിന്മകളൊന്നുമില്ലാതെ, പരാതികളൊന്നും പറയാതെ, പരിവേദനങ്ങളൊന്നുമില്ലാതെ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ ഒരു പ്രേരണ കിട്ടുന്നത് പോലും. യൗസേപ്പിതാവ് ആ ഒരു ജീവിതത്തിൻ്റെ മാതൃകയായി രൂപപ്പെടട്ടെ. സ്വർഗത്തെ നോക്കി ജീവിക്കുവാൻ, ദൈവഹിതം മനസ്സിലാക്കുവാൻ. ചിലപ്പോഴൊക്കെ സംശയങ്ങളുണ്ടാവാം. എന്തു ചെയ്യണം, എന്ത് തീരുമാനിക്കണമെന്നറിയാതെ നിൽക്കുമ്പോഴൊക്കെ കാതുകളിൽ പതിക്കുന്ന ദൈവസ്വരത്തിന് ഹൃദയവും മനസ്സും ചേർത്ത് കൊടുക്കുക. യൗസേപ്പിതാവിനെ പോലെ സംശയമില്ലാതെ ആ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഉചിതമായ തീരുമാനങ്ങൾ ഉത്തമമായ ജീവിത മാർഗങ്ങളായി രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല അതിൻ്റെ അർത്ഥം ഭീരുവാണെന്നോ കഴിവില്ലാത്തവനാണെന്നൊന്നും പറയരുത്. അതിനേക്കാൾ അപ്പുറം എല്ലാ കഴിവുകളും ദൈവം നൽകുന്ന അനുഗ്രഹമാണെന്ന് ചിന്തിച്ച് ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ്. ഈ തിരുനാൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, നിശബ്ദമായ ജീവിതങ്ങളിലൂടെ, ത്യാഗത്തിലൂടെ, സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ പരിപോഷിപ്പിക്കുന്ന പിതാക്കന്മാർക്ക് കൂടി സമർപ്പിക്കാം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും പരിപാലനത്തിൻ്റെയും മാർഗം നമുക്കായി പറഞ്ഞു തന്ന നിശബ്ദനായ നീതിമാൻ്റെ സ്നേഹവും വാത്സല്യവും എന്നും നമ്മളിൽ നിറഞ്ഞു നിൽക്കട്ടെ. സ്വർഗീയ പിതാവായ ഔസേപ്പിതാവിൻ്റെ സംരക്ഷണം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.